രണ്ടുപേരുവേ ഇവിടെ ഇരുന്ന് കളിച്ചോളണേ. ഭാനുമ്മയ്ക്ക് അടുക്കള കുറച്ച് ജോലിയുണ്ട്. അമ്മൂമ്മ വാതിലടച്ചിട്ട് വരട്ടോ കേട്ടോ. അയ്യോ, വിനയനാണല്ലോ. ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മാഷ് ഹോസ്പിറ്റലിലാണെന്ന് ഇവൻ അറിയില്ലേ? മക്കളെ, മക്കൾ ഇവിടെ തന്നെ ഇരിക്കണേ. പുറത്തേക്ക് വരണ്ട കേട്ടോ. നമസ്കാരം ഭാനുമ്മേ, സുഖാണല്ലോ അല്ലേ? ഇങ്ങനെ അങ്ങ് പോകുന്നു വിനയ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ലേ? അച്ഛൻ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യല്ലേ, അത് ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ ICUല് നമ്മളൊന്നും കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. എന്റെ മക്കളെ നോക്കാനുള്ള ജോലി ഭാനുമ്മയുടെ തലയിലായി അല്ലേ? എന്നെ കണ്ടിട്ട് അങ്ങനെ ഒരു ഭാരം സഹിക്കാൻ പറ്റാത്ത ആളെ പോലെ വിനയന് തോന്നുന്നുണ്ടോ? ഏയ്, അതൊരിക്കലും തോന്നില്ലല്ലോ. കുഞ്ഞുങ്ങളെന്ന് വെച്ചാ ഭാനുമ്മയ്ക്ക് ജീവനാണെന്നുള്ള കാര്യം എനിക്കറിയാം അല്ലേ? അത് മാത്രമല്ല, അച്ഛനല്ലേ അവരുടെ കാര്യം നോക്കാൻ ഭാനുമ്മ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് ത്യാഗം സഹിച്ചും ഭാനുമ്മ അവരെ നോക്കുന്നുള്ള കാര്യം എനിക്കറിയാം. നീ എന്നെ പൊക്കി പറഞ്ഞാലും ഇല്ലെങ്കിലും നിന്റെ മക്കൾ ഇവിടെ ഒന്നിനും ഒരു കുറവും വരാതെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട് വിനയ. അതെന്റെ മാത്രം കഴിവുകൊണ്ടൊന്നുമല്ല, മാഷിന്റെ മനസ്സും ബാക്കിയുള്ളവരുടെ സഹായവും ഒക്കെ ഉണ്ട്. അതെനിക്ക് അറിയില്ലേ ഭാനുമ്മ, അവരിവിടെ എപ്പോഴും സേഫ് ആയിരിക്കുമെന്നും എനിക്കറിയാം. എന്നാലും അവരുടെ മുത്തശ്ശന് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ വന്ന് എന്റെ മക്കളുടെ സുഖവിവരം തിരക്കണ്ടേ ഭാനുമ്മേ? അതെ, മാഷ് ഇവിടെ ഇല്ലാത്തപ്പം മാത്രം പോരാ, അല്ലാത്തപ്പോഴും സ്വന്തം മക്കളുടെ കാര്യം അച്ഛൻ വന്ന് അന്വേഷിക്കണമെന്നാ എന്റെ അഭിപ്രായം. ഓരോ ബാധ്യതകളും പ്രശ്നങ്ങളും ഭാനുമ്മേ, അതിന്റെയൊക്കെ പുറകിലുള്ള ഓട്ടായതുകൊണ്ട് വരാൻ പറ്റാത്തതാ. പിന്നെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നേ. ഇനിയിപ്പോ എന്റെ മക്കളുടെ കാര്യങ്ങള് ഞാൻ മുടങ്ങാതെ ശ്രദ്ധിച്ചോളാം ഭാനുമ്മ. അല്ല, അവരെവിടെ കണ്ടില്ലല്ലോ? ഞാൻ അവർക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടാ വന്നത്. ഭാനുമ്മ ഒന്ന് അവരെ വിളിക്കാവോ? മക്കളകത്തിരുന്ന് കളിക്കുക വിനിയ, നീ അകത്ത് കയറി കണ്ടോ? ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ പുറത്തേക്ക് എങ്ങും ഇറക്കാറില്ല. ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ ഭാനുമ്മ, നിങ്ങൾ ധൈര്യമായിട്ട് അവരെ ഇറക്കിക്കൊണ്ടുവാ. ചെല്ല്. അപ്പോ നീ അകത്തോട്ട് കയറുന്നില്ലേ? ഇല്ല ഭാനുമ്മ, അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ, എന്നിട്ട് ഞാൻ കയറിക്കോളാം. ഭാനുമ്മ പോയി വിളിച്ചിട്ട് വാ. ആ ശരി. മക്കളെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. നിങ്ങളുടെ അച്ഛനാ. നിങ്ങളുടെ അച്ഛനെ നിങ്ങളെ കാണണമെന്ന് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വാ വാ വാ, പതുക്കെ വാ, നടക്ക പതുക്കെ. അച്ഛനെ കാണണ്ടേ? ദേ അച്ഛനെ നോക്കി. അച്ഛന്റെ സുന്ദരക്കുട്ടികളെ വാ. എത്ര ദിവസമായി അച്ഛൻ മക്കളെ കണ്ടിട്ട്. എന്തായാലും മക്കൾ ഇങ്ങോട്ടേക്ക് വന്ന ശേഷം ഒന്ന് നന്നായിട്ടുണ്ട് ഭാനുമ്മ. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും ഗുണം അത്. ഞാനേ മക്കൾക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട്. മക്കള് വാ, വണ്ടിയിലിരിപ്പുണ്ട്, അച്ഛൻ എടുത്ത് തരാലോ. വാ, ചോക്ലേറ്റ് കഴിക്കാം കേട്ടോ. അയ്യോ വെയിൽ കൊള്ളുന്നുണ്ടോ മോക്ക്? ചോക്ലേറ്റ് എടുത്ത് തരാം കേട്ടോ. വാ, അവിടെ ഇരിക്കുക കേട്ടോ. മോളെ, ഈ ചോക്ലേറ്റ് കഴിക്കും. അച്ഛനെ ആർച്ചമോളയും കൂടി മോളെടുത്ത് കൊണ്ടുവന്നിരുത്താ കേട്ടോ. വാ ആർച്ചമോള് വാ. മോക്ക് വണ്ടിയിലൊക്കെ ഇരിക്കാൻ വലിയ ഇഷ്ടമല്ലേ? നമുക്കേ ചോക്ലേറ്റ് കഴിക്കുന്നവരെ വണ്ടിക്കകത്തിരിക്കാം കേട്ടോ. വാ, ഇവിടെ ഇരുന്നോ. മോക്കുണ്ട് ചോക്ലേറ്റ്. ഭാനുമക്ക് വേണോ ചോക്ലേറ്റ്? ഓ, എനിക്ക് അതൊന്നും വേണ്ട വിനയ. നീ കുട്ടികൾക്ക് അത് കൊടുത്തിട്ടേ അവരെ വേഗം ഇങ്ങോട്ട് ഇറക്ക്. അതിനകത്ത് ഭയങ്കര ചൂടാ. ഇല്ല ഭാനുമ്മ, AC ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖം ഇതിനകത്തിരിക്കാൻ. ഞങ്ങള് അച്ഛനും മക്കളും കുറച്ച് സമയം ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കട്ടെ.
ഏ ആ, ആ, വിനയ